ഓവർ തിങ്കിങ്, അമിതമായിട്ട് ചിന്തിച്ചു കൂട്ടുക, അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ അമിതമായിട്ട് ചിന്തിച്ചു കൂട്ടുക. ഈ ഓവർ തിങ്കിങ് കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കുറച്ചൊന്നുമല്ല, നമ്മുടെ മനസ്സിനെ ബാധിക്കും, നമ്മുടെ ഹെൽത്തിനെ ബാധിക്കും, നമ്മളെ മൊത്തത്തിൽ ബാധിച്ചിട്ട് ഡിപ്രഷൻ പോലുള്ള അസുഖങ്ങൾ വരുന്നു. അതുപോലെ തന്നെ നമ്മുടെ മനസ്സിൻ്റെ നില തെറ്റുന്നു. എല്ലാന്നുണ്ടെങ്കിൽ നമ്മളൊരു ക്രിമിനൽ സ്റ്റേജിലേക്ക് മാറുന്നു. അങ്ങനെ മൊത്തത്തിൽ ഈ ഓവർ തിങ്കിങ് കൊണ്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ചില്ലറയൊന്നുമില്ല, വലിയ വലിയ പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഓവർ തിങ്കിങ് ഉണ്ടായിട്ട് അതിലൂടെ ബുദ്ധിമുട്ടുന്ന ഒത്തിരി പേരുണ്ട്. അപ്പോൾ ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് എങ്ങനെ നമ്മൾ ഓവർ തിങ്കിങ് ഒഴിവാക്കാം, എങ്ങനെ അനാവശ്യമായിട്ടുള്ള ചിന്തകൾ ഒഴിവാക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ഓവർ തിങ്കിങ് എങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നാണ്. വെൽക്കം ടു ജസ്റ്റ് ടോക്ക്. നിങ്ങൾക്കറിയോ, നമ്മൾ ഒരു ദിവസം നമ്മുടെ മൈൻഡിലൂടെ 30,000 തൊട്ടിട്ട് 1,00,000 വരെ ചിന്തകൾ കടന്നു പോകുന്നു എന്നാണ് സ്റ്റഡീസൊക്കെ പറയുന്നത്. അതിൽ പോസിറ്റീവ് ചിന്തകൾ ഉണ്ടായിരിക്കാം, നെഗറ്റീവ് ചിന്തകൾ ഉണ്ടായിരിക്കാം, റിപ്പീറ്റ് ചെയ്തിട്ട് വരുന്ന ഒരുപാട് ചിന്തകൾ ഉണ്ടായിരിക്കാം. ഈ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ചിന്തകളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുന്നത്. ആൾക്കാർ ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുന്നത് റിപ്പീറ്റ് ചെയ്തിട്ട് ഒരേ കാര്യം ചിന്തിക്കുന്നതിലൂടെയാണ്. അപ്പോൾ ഈ ചിന്തകൾ, ഈ ഓവർ തിങ്കിങ് ഇല്ലാണ്ടാക്കുക എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും പറ്റാവുന്ന ഒരു വിഷയമല്ല. ചിന്തകൾ നമുക്ക് ഒരിക്കലും ഇല്ലാണ്ടാക്കാൻ പറ്റില്ല, അല്ലേ? കാരണം ചിന്തകളാണ് നമ്മുടെ സമൂഹത്തെ മാറ്റിമറിക്കപ്പെടുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടുള്ളത് ചിന്തകളിലൂടെയാണ്. ഇപ്പോൾ ഒരു ബുർജ് ഖലീഫ ഉണ്ടാക്കുക എന്ന് പറയുന്നത് പെട്ടെന്ന് ഒരു ദിവസം പൊട്ടിമുളച്ചൊരു കാര്യമല്ലല്ലോ. ഒരാൾ അത്രത്തോളം ചിന്തിച്ചു കൂട്ടിയിട്ടാണ് ഈ ബുർജ് ഖലീഫ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലേക്കൊക്കെ എത്തുന്നത്. അപ്പം അങ്ങനെ ഓരോരോ കാര്യങ്ങളും സമൂഹത്തിലെ വളർച്ചയ്ക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഓരോരോ കാര്യങ്ങളും നമ്മൾ ഒത്തിരി കാലത്തെ ചിന്തയിലൂടെ ഫലമായിട്ടുണ്ടാകുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ചിന്ത ഇല്ലാണ്ടാക്കുക എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും പറ്റുന്നൊരു വിഷയമല്ല. നേരെ മറിച്ച് നമുക്കിത് കൺട്രോൾ ചെയ്യാം, നിയന്ത്രിക്കാം, അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. റെഡ്യൂസ് ചെയ്യാം, കുറയ്ക്കാം, അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, അല്ലേ? അപ്പം നിയന്ത്രണം അല്ലെങ്കിൽ റെഡ്യൂസ് ചെയ്യുക, ഇല്ലാണ്ടാക്കുക എന്ന് പറയുന്നത് നമ്മുടെ ലിസ്റ്റിൽ ഇല്ലാത്തൊരു കാര്യമാണ്. നിയന്ത്രണം, റെഡ്യൂസിങ്, ഇതാണ് നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന ആകെയുള്ളൊരു വിഷയം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ചിന്തകളെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്ന, അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ തെറ്റാണ്. നമ്മളിപ്പോൾ എങ്ങനെ നമ്മുടെ ശരീരത്തിലെ ആക്ടിവിറ്റീസ്, എങ്ങനെ നമ്മുടെ ശരീര അവയവങ്ങളെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നു. ഇപ്പോൾ ഈ കൈ അനക്കുന്നത് എനിക്കിത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന വിഷയമാണ്. കൈ അനക്കണ്ട വിചാരിച്ചാൽ നമുക്കിത് അനക്കാണ്ട് വെക്കാൻ തന്നെ പറ്റും. അതുപോലെ തന്നെയാണ് ഈ മനസ്സിൽ വരുന്ന ചിന്തകളെയും. അപ്പോൾ മനസ്സിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും, ശരീരാവയവങ്ങളെ കൺട്രോൾ ചെയ്യും പോലെ നമുക്ക് മനസ്സിനെയും ഈ ചിന്തകളെയും ഒക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റാവുന്നതേ ഉള്ളൂ. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ മനസ്സിന് എന്ത് കൊടുക്കുന്നോ അത് തന്നെയാണ് നമുക്ക് റിട്ടേൺ തരുന്നത്. ഈ മനസ്സെന്ന് പറയുന്ന ഒരു കാര്യം തിരിച്ചു പ്രതികരിക്കുന്നത് അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ ശരീരത്തിന് നല്ല ഫുഡ് കൊടുക്കുമ്പോഴാണ് നമ്മുടെ ശരീരം നമ്മളെ തന്നെ ഹെൽത്തി ആക്കി വെക്കുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ മനസ്സിന് നല്ലൊരു ഫുഡ് കൊടുക്കുമ്പോഴാണ് നമ്മുടെ മനസ്സ് തിരിച്ചതുപോലെ ഹെൽത്തി ആയിട്ട് പ്രതികരിക്കുന്നത്, അല്ലേ? അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ചിന്തിച്ചു കൂട്ടുന്നത് ഒരുപക്ഷെ ഈ പോസിറ്റീവായിട്ടുള്ള വിഷയങ്ങളെക്കാൾ നെഗറ്റീവായിട്ടുള്ള വിഷയങ്ങളായിരിക്കാം. അത് ഈ നെഗറ്റീവായിട്ടുള്ള വിഷയങ്ങൾ അത് പാസ്റ്റിലെ വിഷയങ്ങളാകാം, ഇൻ ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന വിഷയങ്ങളെ കുറിച്ചിട്ടൊക്കെ ആയിരിക്കും നമ്മൾ ഈ ചിന്തിച്ചു കൂട്ടുന്നത്. വെറും വേസ്റ്റാണ് നമ്മൾ അങ്ങനെ ചിന്തിച്ചു കൂട്ടുന്നത്. ഒരു കാര്യമില്ലാത്ത കാര്യമല്ലേ? ഇപ്പോൾ കറണ്ട് ഒരു കാര്യം നടക്കണം, ഇപ്പോൾ പ്രസൻ്റ്ലി ഒരു കാര്യം നടക്കണം, അതിനെക്കുറിച്ചിട്ട് നിങ്ങൾ ആഴത്തിൽ ചിന്തിക്കുകയാണെന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. അതിപ്പോൾ നടക്കുന്ന ഒരു വിഷയത്തിനെ കുറിച്ച് നമ്മൾ അതിൻ്റെ വേറെ വേറെ തലങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നവരുണ്ടായിരിക്കും. അവരെ നമുക്ക് ചിന്തകന്മാർ എന്നൊക്കെ പറയാറില്ലേ? ഈ ചിന്തകന്മാരൊക്കെ ചെയ്യുന്നത് അങ്ങനെയാണ്. നമ്മൾ കറൻ്റ്ലി നടക്കുന്ന ഒരു കാര്യത്തിനെ കുറിച്ചിട്ട് ആഴത്തിൽ പല പല പേഴ്സ്പെക്റ്റീവിൽ അവർ ചിന്തിക്കുന്നുണ്ടായിരിക്കാം. അതൊന്നും വിഷയമുള്ള കാര്യമല്ല. പക്ഷെ നമ്മൾ ഈ നേരെ മറിച്ച് നമ്മുടെ ഫ്യൂച്ചറിനെ കുറിച്ച് ആലോചിച്ച്, അല്ലെങ്കിൽ നമ്മുടെ പാസ്റ്റ് നടന്ന കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് ചിന്തിച്ചു കൂട്ടിയിട്ട് അതിലൂടെ നമ്മളൊരു നിരാശയിലേക്ക് എത്തുകയാണ്, അല്ലെങ്കിൽ അത് നമ്മളെ പേടിപ്പെടുത്തുന്നുണ്ട്. നിരന്തരം റിപ്പീറ്റ് ചെയ്ത് നമ്മൾ ആലോചിക്കുന്നതിലൂടെ നമ്മൾ വല്ലാണ്ട് അത് ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. ഇതൊക്കെ എന്താണെന്ന് വെച്ചാൽ, എന്താ ഉണ്ടാകുക എന്ന് വെച്ചാൽ, നമ്മുടെ മൈൻഡ് സെറ്റ് ഒരു നെഗറ്റീവ് മൈൻഡ് സെറ്റിലേക്ക് മാറും. ഈ നെഗറ്റീവ് മൈൻഡ് സെറ്റ് പോകെ ഒരു ക്രിമിനൽ മൈൻഡ് സെറ്റിലേക്ക് വരെ എത്താനുള്ള ഒരു റീസണായിട്ട് ഈ ഓവർ തിങ്കിങ് മാറുന്നുണ്ട്. ഒരിക്കലും നമ്മൾ വല്ലാണ്ട് ഈ നെഗറ്റീവ് കാര്യങ്ങളെക്കുറിച്ച്, അല്ലെങ്കിൽ നമ്മളെ പാസ്റ്റിനെ കുറിച്ചിട്ട്, നമ്മുടെ ഫ്യൂച്ചറിനെ കുറിച്ചിട്ട് ആലോചിച്ചിട്ട് നിരാശപ്പെടാനോ പേടിക്കാനോ ഒന്നും നിൽക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ നമ്മുടെ മനസ്സിനെ നമ്മൾ ഫീഡ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് തിരിച്ചും അങ്ങനെ തന്നെയായിരിക്കും, നെഗറ്റീവ് രീതിയിൽ തന്നെയായിരിക്കും പ്രതികരിക്കാൻ പോകുന്നത്. അപ്പം എപ്പോഴും നമ്മുടെ മനസ്സിനെ നമ്മൾ കൺട്രോൾ ചെയ്യുക. നമ്മുടെ മനസ്സിനെ നമ്മൾ കൺട്രോൾ ആക്കി കഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സായിരിക്കും നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്നത്. നേരെ മറിച്ച് നമ്മുടെ മനസ്സ് നമ്മുടെ കൺട്രോളിലില്ല, അൺകൺട്രോൾഡ് ആയിട്ടാണ് മനസ്സ് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ, ഇത്
ഇതേപോലുള്ള ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യം നമ്മുടെ ലൈഫിൽ വരാനില്ല. നമുക്കൊരു വേഴ്സ്റ്റ് ആയിട്ടൊരു ഫ്രണ്ട് ഉണ്ടെങ്കിൽ എങ്ങനെയുണ്ടായിരിക്കും, അതുപോലെയായിരിക്കും നമ്മുടെ മനസ്സിൻ്റെ കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ എപ്പോഴും നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്തിട്ട് നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് ആക്കിയിട്ട് കൊണ്ട് നടക്കാനായിട്ട് നമ്മൾ ട്രൈ ചെയ്യണം. ഇപ്പോൾ നമ്മൾ പേടിക്കേണ്ടാത്ത ഒരു ചിന്തകൾ എന്ന് പറയുമ്പോൾ നമ്മളൊരു കാര്യത്തിനെ കുറിച്ച് സീരിയസ് ആയി ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ തന്നെ നമ്മൾ വീണ്ടും വീണ്ടും ആലോചിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചൊന്നും നമ്മൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു വണ്ടി മേടിക്കാൻ ഉദ്ദേശിച്ചു. അപ്പോൾ വണ്ടി മേടിക്കാൻ ഉദ്ദേശിക്കുമ്പോൾ അതിനെക്കുറിച്ച് കാര്യങ്ങൾ തന്നെയാണ് നമ്മുടെ മൈൻഡിൽ വരുന്നത്. ഏത് വണ്ടി, ഏത് മോഡൽ എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ വരികയാണ്. അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ കാണുന്നത്. അതൊന്നും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഒരു കോഴ്സ് എടുക്കണം വിചാരിച്ചു, ആ കോഴ്സിനെ കുറിച്ചുള്ള കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ചിന്തിച്ചു കൂട്ടുന്നത്. പഠിക്കണം എന്നുള്ള കാര്യങ്ങൾ തന്നെയാണ് ചിന്തിച്ചു കൂട്ടുന്നത്. അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ആലോചിച്ച് കൂട്ടുന്നത്. അത് തന്നെയാണ് നമ്മൾ കാണുന്നത്, കേൾക്കുന്നത്. അതൊന്നും നമ്മൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ നമുക്ക് ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും ഓരോരോ ചിന്തയാണ്. വീട്ടിലിരിക്കുമ്പോൾ ഒരു ചിന്തയാണ്, അതുപോലെ ഓഫീസിൽ വന്ന ഒരു ചിന്തയാണ്, പഠിക്കാൻ പോകുമ്പോൾ ഒരു ചിന്തയാണ്, സ്കൂളിൽ നിന്ന് കോളേജിൽ നിന്ന് ഒരു ചിന്തയാണ്, ഫ്രണ്ട്സിനായിട്ട് ഗെറ്റ് ടുഗദർ കൂടുമ്പോൾ ഒരു ചിന്തയാണ്. അങ്ങനത്തെ വിഷയങ്ങളൊന്നും നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. അത് ഓട്ടോമാറ്റിക്കലി അങ്ങനെ തന്നെയാണല്ലോ. ഓഫീസിൽ വന്നാൽ നമ്മൾ ഓഫീസിലെ കാര്യങ്ങളല്ലേ ചിന്തിക്കുക, വീട്ടിലിരിക്കുമ്പോൾ വീട്ടിലത്തെ കാര്യങ്ങളല്ലേ ചിന്തിക്കുക. അപ്പോൾ അതൊന്നും നമ്മൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നേരെ മറിച്ച് നമ്മൾ ഹോണ്ട് ചെയ്യുന്ന ഒരു കാര്യം അല്ലെങ്കിൽ നമ്മൾക്ക് ഫ്യൂച്ചറിനെ കുറിച്ച് നമ്മൾ ആലോചിച്ച് ഇങ്ങനെ ടെൻഷൻ അടിക്കുകയാണ്, അല്ലെങ്കിൽ പാസ്റ്റിലൊരു കാര്യം ചെയ്തു അതിനെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കുകയാണ്. ചെറുപ്പത്തിൽ കുട്ടികളായിരിക്കുമ്പോഴേ നമ്മൾ ഒരു കാര്യം ചെയ്തു അത് തന്നെ നമ്മൾ ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെയാണ് നമ്മൾ ടെൻഷൻ അടിക്കേണ്ടത്. അതാണ് നമ്മളെ അലോസരപ്പെടുത്തുന്നത്. അതാണ് നമ്മളെ എന്താ പറയുക, ഒരു നിരാശപ്പെടുത്തുന്നത്, പേടിപ്പെടുത്തുന്നത്. അതൊക്കെയാണ് നമ്മളെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഈ ചിന്തകളെ നമ്മൾ എങ്ങനെ മാറ്റാം എന്നുള്ളത് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ മനസ്സിൽ ഉറപ്പിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനത്തെ ഓവർ തിങ്കിങ് ഇഷ്യൂ എനിക്കുണ്ട്, ഇത് കൺട്രോൾ ചെയ്യണം, ഇത് നിയന്ത്രിക്കണം എന്നുള്ളത് നിങ്ങൾ സ്വയം ആദ്യം വിലയിരുത്തിയിട്ട് ബോധ്യപ്പെടുത്തണം. ശരി, എനിക്കിത് കൺട്രോൾ ചെയ്യണം, ഞാനിത് മാറ്റണം എന്നുള്ള ബോധം നിങ്ങൾ സ്വയം ആദ്യം കൊണ്ടുവരണം. എന്നാൽ തന്നെ നമുക്കിത് മാറ്റാൻ പറ്റുള്ളൂ. അല്ലാണ്ട് നിങ്ങളിത് മാറ്റണം എന്ന് വിചാരിക്കാണ്ട് ഈ ഓവർ തിങ്കിങ് ഒരിക്കലും നിങ്ങളെ വിട്ട് പോണില്ല. അപ്പം നിങ്ങൾ സ്വയം ഒരു ബോധവാന്മാരാവുക ഇത് മാറ്റണം എന്നുള്ളൊരു വിഷയത്തിൽ. രണ്ടാമത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഓവറായിട്ട് എന്താണോ നിങ്ങൾ ആലോചിച്ച് കൂട്ടുന്നത് എന്നുള്ളത്, നിങ്ങൾക്ക് അങ്ങനത്തെ വിഷയം വരുമ്പോൾ നിങ്ങളൊരു പേപ്പറോ പെന്നോ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. എന്തൊക്കെ വിഷയമാണ് നിങ്ങൾക്ക് വരുന്നത്, നിങ്ങൾക്ക് നിരാശയാണോ ഏറ്റവും കൂടുതൽ വരുന്നത്, ഏത് ചിന്തയിലൂടെയാണ് നിരാശ വരുന്നത്, ദേഷ്യമാണോ വരുന്നത്, എന്താണ് ഫീൽ ചെയ്യുന്നത് എന്നുള്ള കാര്യം, അല്ലെങ്കിൽ ആരോടെങ്കിലും പക പോക്കാൻ തോന്നുന്നുണ്ടോ, അല്ലെങ്കിൽ ഒരു ശത്രുത വരുന്നുണ്ടോ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്ത് വെക്കുന്നത് വളരെ നന്നായിരിക്കും. പിന്നെ നമുക്കറിയാം ഓരോരോ സിറ്റുവേഷനിൽ സാഹചര്യത്തിനനുസരിച്ചിട്ടാണ് നമുക്ക് പോസിറ്റീവ് ചിന്തകളും നെഗറ്റീവ് ചിന്തകളും ഒക്കെ വരുന്നത് അല്ലേ. അപ്പോൾ ഏത് സാഹചര്യത്തിൽ നിൽക്കുമ്പോഴാണ് നിങ്ങളെ വല്ലാണ്ട് ആ ചിന്ത ബുദ്ധിമുട്ടിക്കുന്നത്, ഈ ഒരു നെഗറ്റീവ് സാഹചര്യത്തിൽ നിൽക്കുമ്പോഴാണോ നിങ്ങൾ ഇത്തരത്തിലുള്ള ഓവർ തിങ്കിങ് നിങ്ങളെ വല്ലാണ്ട് ബുദ്ധിമുട്ടിക്കുന്നതെന്ന് വെച്ചാൽ, ആ സാഹചര്യം എന്താണോ, സിറ്റുവേഷൻ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ആ സാഹചര്യത്തിൽ നിന്ന് മാറാനായിട്ട് നിങ്ങൾ മനഃപൂർവ്വം ശ്രദ്ധിക്കണം. അത്തരത്തിലുള്ള സാഹചര്യം എനിക്ക് സ്യൂട്ട് ആവില്ല എന്ന് മനസ്സിലാക്കി കണ്ടാൽ ആ സാഹചര്യത്തിൽ നിന്ന് നിങ്ങൾ മനഃപൂർവ്വം മാറുക. ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്ക് നിങ്ങൾ മാറാനായിട്ട് നിങ്ങൾ മനഃപൂർവ്വം ശ്രദ്ധിക്കണം. രണ്ടാമതൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഓവറായിട്ട് ചിന്തിക്കുന്ന ഈ ഒരു സമയത്ത് നിങ്ങളൊരു പേപ്പർ എടുത്തിട്ട് നിങ്ങളത് നോട്ട് ഡൗൺ ചെയ്ത് വെക്കുന്നത് വളരെ നല്ലതാണ്. ആ സമയത്ത് നിങ്ങൾക്ക് എത്തരത്തിലുള്ള ചിന്തകളാണ് വരുന്നത്, ആ ചിന്തയിലൂടെ നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത്, പേടിയാണോ, അല്ലാന്നുണ്ടെങ്കിൽ ഒരു നിരാശയാണോ, സങ്കടമാണോ, ആരോടെങ്കിലും ഒരു ശത്രുതയാണോ, പകപോക്കാൻ ഫീൽ ചെയ്യുന്നുണ്ടോ, ഫ്യൂച്ചറിനെ കുറിച്ചുള്ള ചിന്തകളാണോ, എന്താണെന്നുള്ള കറക്റ്റ് നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക. ഇത് എത്രത്തോളം പ്രാക്ടിക്കലാക്കാൻ പറ്റുന്നുള്ളത് അറിയില്ല. നിങ്ങൾക്കനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. നിങ്ങൾക്ക് സ്വയം ഒന്ന് വിലയിരുത്താൻ അത് ബെസ്റ്റാണ്. ഓക്കെ. അതുപോലെ തന്നെ എത്തരത്തിലുള്ള ചിന്തകളാണെന്നുണ്ടെങ്കിലും വരുന്നത് നമ്മുടെ സാഹചര്യത്തിൽ നിന്നാണ് അല്ലേ. നമ്മൾ നിൽക്കുന്ന സിറ്റുവേഷൻ ബേസ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ഓരോ ചിന്തകളും വരുന്നത്. അപ്പോൾ നിങ്ങളുടെ സിറ്റുവേഷൻ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ഏത് സിറ്റുവേഷനിൽ നിൽക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഓവറായിട്ട് ഈ ചിന്തകൾ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞിട്ട് ആ ചിന്തകളിൽ നിന്ന് മനഃപൂർവ്വം മാറി നിൽക്കാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ നിൽക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു പോസിറ്റീവായിട്ടുള്ള ചിന്തകളും നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അങ്ങനെ വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ മനഃപൂർവ്വം അതിനായിട്ട് ട്രൈ ചെയ്യുക. നിങ്ങൾ മനഃപൂർവ്വം സാഹചര്യങ്ങൾ മാറ്റിയെടുക്കാനും നിങ്ങൾ മനഃപൂർവ്വം നിങ്ങളുടെ ചിന്തകളെ മാറ്റിയിട്ട് പോസിറ്റീവ് ചിന്തകളിലേക്ക് എത്തിക്കാനും നിങ്ങൾ ട്രൈ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഇനി പറയാനുള്ളത്, പാസ്റ്റിനെ കുറിച്ച് ചിന്തിച്ച് ബുദ്ധിമുട്ടുന്നവരടുത്തും ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിച്ച് ബുദ്ധിമുട്ടുന്നവരടുത്തുമാണ്. ഈ പാസ്റ്റ് എന്ന് പറയുന്നത് കഴിഞ്ഞ കാര്യമാണ് അല്ലേ. ഈ കഴിഞ്ഞ കാര്യം ആലോചിച്ച് വെറുതെ തലപുണ്ണാക്കുന്നത് വെറും വേസ്റ്റാണ്, അട്ടർ വേസ്റ്റാണ്. കാരണം നമ്മളത്
ടൈം ട്രാവലർ ഒന്നുമില്ല. ഇത് ബാക്കിലോട്ട് പോയിട്ട് ഈ പാസ്റ്റിൽ സംഭവിച്ച കാര്യങ്ങൾ മാറ്റിയെടുക്കാനൊന്നും നമുക്ക് പറ്റത്തൊന്നുമില്ല. അപ്പോൾ പിന്നെ വെറുതെ അത് ആലോചിച്ച് ചിന്തിച്ച് സമയം കളയേണ്ട ആവശ്യമുണ്ടോ? ഇല്ലല്ലോ. അത് സംഭവിച്ചതാണ്, കഴിഞ്ഞതാണ്. നമുക്കിനി അതുപോലെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇനി സെക്കൻഡ് തിങ് വരുന്നത് ഫ്യൂച്ചറാണ്. ഫ്യൂച്ചർ എന്ന് പറയുന്നത് വരാനിരിക്കുന്ന കാര്യമാണ്. അത് നമുക്ക് ആ മുന്നേ കൂട്ടിയിട്ട് അത് അങ്ങനെയാവും ഇങ്ങനെയാവും എന്ന് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. വരാനിരിക്കുന്ന കാര്യം നമ്മളിലേക്ക് വന്ന് ചേരുകയെന്ന് ചെയ്യും, നമ്മളിലേക്ക് എത്തേണ്ട കാര്യം എത്തുക തന്നെ ചെയ്യും. നമുക്ക് ആകെ കൂടെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഫ്യൂച്ചറിൽ സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ അതിനു വേണ്ടി പ്രിപ്പയർ ആവുക, അല്ലെങ്കിൽ അതിനു വേണ്ടി നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനു വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യുക. അത്രയൊക്കെ നമുക്ക് കറൻ്റ്ലി ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ബാക്കി വരാനിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മളിലേക്ക് വന്ന് ചേർന്നോളും. വെറുതെ അതിനെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ എപ്പോഴും പ്രസൻ്റ്ലി ജീവിക്കാനായിട്ട് നോക്കുക. പ്രസൻറ്റ് ലൈഫ് എന്താണ്, കറൻ്റ്ലി നിങ്ങൾ എന്താണ്, നിങ്ങളുടെ സ്റ്റാറ്റസ് എന്താണ്, അത് നോക്കി നിങ്ങൾ ജീവിക്കാനായിട്ട് നോക്കുക. നിങ്ങൾ കറൻ്റ്ലി എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് സന്തോഷം കണ്ടെത്താനായിട്ട് പറ്റും, അതിൽ സന്തോഷം കണ്ടെത്തുക. എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു തീർക്കാനായിട്ട് പറ്റും അത് ചെയ്തു തീർക്കുക. എപ്പോഴും പ്രസൻറ്റിനെ കുറിച്ച് മാത്രം ആലോചിക്കുക, പ്രസൻറ്റ്ലി ജീവിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്തൊരു കാര്യം എന്ന് വെച്ചാൽ ഇമ്മീഡിയറ്റ് ആക്ഷൻ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പം നിങ്ങൾ നെഗറ്റീവ് ആക്ഷൻ അല്ലെങ്കിൽ നെഗറ്റീവ് തിങ്കിങ് ഇങ്ങനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്, നിങ്ങൾക്കത് മാറ്റണം എന്നാണെന്നെങ്കിൽ സഡനായിട്ട് മനഃപൂർവ്വം നിങ്ങളുടെ മൈൻഡ് സെറ്റ് ഒരു പോസിറ്റീവ് കാര്യങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കാനായിട്ട് നോക്കുക. ആ നെഗറ്റീവ് കാര്യങ്ങളിൽ നിന്ന് ശ്രദ്ധ മാറ്റാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. അല്ലാണ്ട് നിങ്ങൾ അതവിടെ കിടന്നോട്ടെ, ഇനി നാളെ മാറ്റാം, അല്ലെങ്കിൽ നാളെ നമ്മുടെ ഈ ഓവർ തിങ്കിങ് കുറയ്ക്കാമെന്ന് പറഞ്ഞിട്ട് ഇരിക്കരുത്. എന്ത് കാര്യം ഉണ്ടെങ്കിലും അതിലൊരു ഇമ്മീഡിയറ്റ് ആക്ഷൻ കൊണ്ടുവരാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെയുള്ളൊരു വിഷയമാണ് ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങളുടെ സാഹചര്യത്തിൽ നിന്നാണ് നിങ്ങളുടെ ചിന്തകളൊക്കെ വരുന്നത് എന്നുള്ളത്. അപ്പോൾ നിങ്ങളുടെ തിങ്കിങ് പ്രൊഫൈലിനെ, നിങ്ങളുടെ ചിന്തയുടെ പ്രൊഫൈലിനെ ബൂസ്റ്റ് ചെയ്യുന്ന ലെവലിലുള്ള ഒരു സാഹചര്യത്തിൽ വേണം നിങ്ങൾ നിൽക്കാനായിട്ട്. അതിനി റിലേഷൻഷിപ്പിലാണെന്നുണ്ടെങ്കിലും വർക്ക് ചെയ്യുന്ന സ്ഥലത്താണെന്നുണ്ടെങ്കിലും പഠിക്കുന്ന സ്ഥലത്താണെങ്കിൽ കൂടി അങ്ങനെ തന്നെ ആയിരിക്കണം. നിങ്ങൾക്ക് എപ്പോഴും നെഗറ്റീവ് പറയുന്ന ഫ്രണ്ട്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലീവ് ഇറ്റ്. അങ്ങനത്തെ ഫ്രണ്ട്സ് ഒന്നും നിങ്ങൾക്ക് വേണ്ടവേ വേണ്ട. കാരണം നിങ്ങൾ ഓൾറെഡി ഒരു തിങ്കിങ്ങിൽ അല്ലെങ്കിൽ ഓവർ തിങ്കിങ്ങിൽ ബുദ്ധിമുട്ടി ഇരിക്കുന്ന ഒരു വിഷയത്തിലുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നെഗറ്റീവ് പറയുന്ന ഫ്രണ്ട്സ് ആണെന്നുണ്ടെങ്കിൽ പോയോ കാര്യം. ഒന്നാമതേ നിങ്ങളോ നെഗറ്റീവ്, അതിൻ്റെ കൂടെ നെഗറ്റീവ് പറയുന്ന ഫ്രണ്ട്സും, മൊത്തത്തിൽ നമ്മളത് ബാധിക്കും. അപ്പോൾ അത്തരത്തിലുള്ള ഫ്രണ്ട്സിനൊന്നും നിങ്ങൾ കൊണ്ട് നടക്കരുത്, ഒഴിവാക്കി വിടുക. നിങ്ങൾ മനഃപൂർവ്വം ഒഴിവാക്കി വിടുക നിങ്ങൾക്ക് മാറണം എന്നുണ്ടെങ്കിൽ. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ പഠിക്കുന്ന സ്ഥലമാണെന്നുണ്ടെങ്കിലും വർക്ക് സ്പേസ് ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്, നിങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്ന ചിന്തകളാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ആ സ്പേസിൽ നിന്നൊക്കെ മാറുക. ഒരു പോസിറ്റീവായിട്ടുള്ള അറ്റ്മോസ്ഫിയർ, നിങ്ങളുടെ ചിന്തകളുടെ പ്രൊഫൈലിനെ ബൂസ്റ്റ് ചെയ്യുന്ന ഒരു അറ്റ്മോസ്ഫിയറിൽ കീപ്പ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. അതുപോലെ നിങ്ങളുടെ ഹോബീസ് നിങ്ങൾക്ക് ഹാപ്പിനെസ് കിട്ടുന്ന ഹോബീസ് ചെയ്യാനായിട്ട് നോക്കുക. മ്യൂസിക് കേൾക്കുന്നതാണോ, ഡാൻസ് ചെയ്യുന്നതാണോ, ഗാർഡനിങ് ആണോ, അല്ലാന്നുണ്ടെങ്കിൽ നല്ല പോസിറ്റീവായിട്ടുള്ള കുറച്ച് ഫ്രണ്ട്സിനായിട്ട് എപ്പോഴും ഹാങ് ഔട്ട് ചെയ്യുന്നതാണോ, എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഹോബീസ് എന്താണ്, നിങ്ങൾക്ക് അത് ചെയ്യുമ്പോഴാണ് ഹാപ്പിനെസ് കിട്ടുന്നതെന്ന് വെച്ചാൽ അത് ചെയ്യാനായിട്ട് നോക്കുക. പിന്നെ മെയിൻ തിങ്ക് എന്ന് പറയുന്നത് ഉറക്കമാണ്. മിനിമം ഒരു 6 to 7 മണിക്കൂർ ഉറങ്ങാനായിട്ട് ശ്രദ്ധിക്കണം. ഉറക്കം കുറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കുറവുള്ളവരിൽ ഈ ഓവർ തിങ്കിങ്ങിൻ്റെ പ്രശ്നം നന്നായിട്ട് കണ്ടുവരുന്നുണ്ട്. വെറുതെ ഇരുന്ന് ചിന്തിച്ചു കൂട്ടും, ഉറക്കക്കുറവിൻ്റെ പ്രശ്നമാണത്. അപ്പോൾ നിങ്ങൾ മിനിമം ഒരു 6 to 7 മണിക്കൂറെങ്കിലും പ്രോപ്പറായിട്ട് ശാന്തമായിട്ട് ഗാഠമായ നിദ്രയിലേക്ക് പോകാനായിട്ട് ശ്രദ്ധിക്കണം. ഉറക്കം കുറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മുൻപേയും വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്, നമ്മുടെ മെൻ്റലി ഒത്തിരി ഇഷ്യൂസ് നമുക്ക് വരും. അതിൻ്റെ കൂടെ ഓവർ തിങ്കിങ്ങും മതിയോ? ഓക്കെ, അപ്പോൾ ഇതൊന്നും കൂടാണ്ട് നിങ്ങൾ അത്യാവശ്യം ഒരു മതവിശ്വാസിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പള്ളിയിൽ പോവുക, അല്ലാന്നുണ്ടെങ്കിൽ അമ്പലങ്ങളിൽ പോവുക, എന്താ നിങ്ങൾക്ക് അത്യാവശ്യം റിലാക്സേഷൻ കിട്ടുന്ന അത് ചെയ്യാൻ നന്നായിട്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരുവിധം നിങ്ങൾ മൈൻഡ് ഒന്ന് റിലാക്സ്ഡ് ആവും, മതവിശ്വാസികളാണെങ്കിൽ കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഹോബീസും നല്ല നല്ല പോസിറ്റീവായിട്ടുള്ള അറ്റ്മോസ്ഫിയറും എല്ലാ കാര്യങ്ങളും നിങ്ങൾ മനഃപൂർവ്വം ചെയ്യേണ്ട വിഷയങ്ങളാണ്. ഇതൊന്ന് നിങ്ങളിലേക്ക് വരട്ടെ എന്നിട്ട് മാറ്റാമെന്ന് വിചാരിച്ചിരിക്കരുത്, മാറില്ല. നിങ്ങൾക്ക് ഓവർ തിങ്കിങ് ഇഷ്യൂ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക. എന്നിട്ടും മാറുന്നില്ല എന്നുണ്ടെങ്കിൽ നല്ലൊരു കൺസൾട്ടൻറ്റിനെ കാണിക്കുന്നതായിരിക്കും ബെറ്റർ. ഓക്കെ.